കണ്ണൂർ കണ്ണപുരം റിജിത്ത് വധക്കേസിൽ വിധിപ്പകർപ്പ് പുറത്തുവന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെങ്കിലും ദൃക്സാക്ഷികൾ ഉള്ളതിനാൽ അത് പരിഗണിച്ചില്ല എന്ന് വിധിയിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാം പ്രതിയാണ് റിജിത്തിനെ കുത്തിയതെന്നും മറ്റ് പ്രതികളുടെയും ലക്ഷ്യം ഒന്നായതിനാൽ മുഴുവൻ പ്രതികൾക്കും സമാന ശിക്ഷ നൽകുന്നുവെന്നും തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. കേസിലെ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇതിന്റെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്ന കൂടുതൽ കാര്യങ്ങൾ, കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ. റിജിത്തെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പ്രതികൾ സംഘം ചേർന്ന് നടപ്പാക്കിയ കൊലപാതകം എന്നതാണ് ആ ശിക്ഷ ഈ വിധിയിൽ പറയുന്നത്. ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ദൃക്സാക്ഷികൾ നേരിട്ടുള്ള കേസായതിനാൽ അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒരു ഘട്ടത്തിൽ വിചാരണ വേളയിൽ ഈ ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിൽ പോലീസിന് സംഭവിച്ച വീഴ്ച സംബന്ധിച്ച് പ്രതിഭാഗം അത് ചൂണ്ടിക്കാണിക്കുകയും അത് കോടതി പരിഗണിക്കണം എന്ന ആവശ്യമൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ദൃക്സാക്ഷികൾ ഉള്ളതിനാൽ അത് പരിഗണിക്കേണ്ടതില്ല എന്നതാണ് ഈ വിധിയിൽ പറയുന്നത്. ആ പ്രതികൾക്കെതിരെയുള്ള മെഡിക്കൽ തെളിവുകളും ശക്തമായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, നേരത്തെ കുടുംബമൊക്കെ വൈകാരികമായി പ്രതികരിച്ചതിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വേണം, അതായത് തൂക്കുകയർ തന്നെ വേണം എന്ന ആവശ്യമൊക്കെ കുടുംബം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കാനാവില്ല എന്നതാണ് കോടതി ഈ വിധിയിൽ പറയുന്നത്. അതിൽ മുൻ സുപ്രീം കോടതി വിധികളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കേസിലെ രണ്ടാം പ്രതിയാണ് റിജിത്തിനെ കുത്തിയതെങ്കിലും മറ്റു പ്രതികൾക്കും സമാനമായ ലക്ഷ്യമായിരുന്നു, ഒരേ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം എന്ന സമാന ശിക്ഷ നൽകുന്നു എന്ന വിധിയാണ്, അതിന്റെ വിവരങ്ങളാണ് ഈ വിധിയിൽ നമുക്ക് പരാമർശങ്ങളാണ് വിധിയിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും 9 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഒരു കമന്റുകൾ, പ്രത്യേകിച്ചുള്ള കമന്റുകൾ ഈ വിധിയിൽ കോടതി നടത്തിയിട്ടില്ല എന്നതും കാണുന്നുണ്ട്. എന്തായാലും 19 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിന് നീതി ലഭിക്കുകയാണ്. ഒരുപക്ഷെ അത്രത്തോളം നീണ്ടൊരു കാത്തിരിപ്പാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അതിനുശേഷം ഉള്ള ഒരു നീതി എന്ന തരത്തിൽ തന്നെയാണ് ഈ കേസിനെ വിലയിരുത്തപ്പെടുന്നത്. അരുൺ പൂപ്പറമ്പ, ഈ അപ്പീലിന് പോകാനുള്ള സാധ്യത, അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? പ്രോസിക്യൂഷൻ അപ്പീലിന് പോകാനുള്ള നീക്കം ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പ്രതികൾ മേൽക്കോടതിയിലേക്ക് പോകും, അങ്ങനെയാണോ അരുൺ പൂപ്പറമ്പ? റിജിത്ത്, അത് പ്രോസിക്യൂഷൻ ഇതിനകം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. തൂക്കുകയർ, അത് പരമാവധി ശിക്ഷ എന്ന ഒരു ആവശ്യം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇത് എന്ന ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിലവിലെ ശിക്ഷയിൽ തൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ ഉൾപ്പെടെ പറഞ്ഞത്. കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്, അവരുടെ വൈകാരികമായ ഒരു പ്രതികരണം എന്ന നിലയിൽ തന്നെയാണ് കാണേണ്ടത്. ഇതിന്റെ നിയമപരമായ വശങ്ങൾ, നിയമപരമായ സാധ്യതകൾ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പ്രതികൾ മേൽക്കോടതിയെ സമീപിക്കും. ഇതിനകം തന്നെ BJP നേതൃത്വം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിരപരാധിത്വം മേൽക്കോടതിയെ സമീപിച്ച് അത് തെളിയിക്കും എന്നതാണ് BJP നേതൃത്വം ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ അപ്പീൽ നൽകും എന്ന് തന്നെയാണ് പറയുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.